ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ ക്യൂട്ട് ബോക്സർ. ഓക്കെ, നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. നമ്മളെ ഹീറോയിൻ്റെ പേര് മിയ. മിയ പറഞ്ഞ ഒരു ക്യൂട്ട് ഗേൾ. അത് മാത്രമല്ല, മിയക്ക് ഡാൻസിങ് സിംഗിങ് ഭയങ്കര ഇഷ്ടമാണ്. മിയ പറഞ്ഞ കോളേജിൽ പഠിക്കുന്നതാണ്, സെക്കൻഡ് ഇയർ ആണ്. നമുക്ക് മിയനെ നോക്കാം. ഫസ്റ്റ് എൻട്രി മിയാണ്. പിന്നെ ഷുഗറിൻ്റെ പിന്നെ നോക്കാളാം നമ്മളെ ഹീറോനെ. മിയ നന്നായിട്ട് ഉറക്കത്തില്ലായിരുന്നു. മിയാക്കൊരു ഡ്രീം വന്നിരുന്നു. ഡ്രീമിൽ മിയാക്കൊരു ഊഞ്ഞാൽ കണ്ട് മൊറ്റ ഫ്ലവറിൻ്റെ ഒരു ക്യൂട്ടായിട്ട് ക്യാറ്റ് ഉണ്ടായിരുന്നു. മിയ ആ ക്യാറ്റിനടുത്ത് പോയി ആ ക്യാറ്റിനെ പിടിച്ചു. അങ്ങനെ ക്യാറ്റ് മിയ നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ച് അങ്ങനെ ആ ക്യാറ്റിനെ പിടിച്ചു. മിയ ഊഞ്ഞാൽ ആടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ക്യൂട്ടായിട്ട് ആ ക്യാറ്റ് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. നാളെ ഈ ഞാൻ പറഞ്ഞ ടൈമാകുമ്പോൾ നീ പോകണമെന്ന് പൂച്ച മിയയോട് പറഞ്ഞു. മിയ എന്തിനാ പോണു എന്ന് മിയ കൺഫ്യൂസാണ്. അതിന് പൂച്ചേനോട് കുറച്ച് സംസാരിച്ച് മിയ ഉറക്കത്തിലായിരിക്കും, ഉറങ്ങായിരുന്നു നന്നായിട്ട്. അങ്ങനെ പൂച്ചയോട് കുറച്ച് സംസാരിക്കാറ്. മിയ എന്ന് മിയാൻ്റെ മമ്മി വിളിക്കാറ്. ഇവൾക്കൊരു വേറെ പണിയില്ല. അങ്ങനെ മിയാൻ്റെ മമ്മിക്ക് ടെൻഷനായിരുന്നു. ഇവളെ എങ്ങനെ ഉറത്താം. അങ്ങനെ മിയാൻ്റെ മമ്മിക്ക് ഒരു ഐഡിയ കിട്ടി. അങ്ങനെ മിയയുടെ അനിയനെ വിളിക്കായിരുന്നു. എന്ത് പറ്റി മോം? ഐസ് ക്യൂബ് കാണുന്നില്ലേ ഫ്രിഡ്ജിൽ, അത് കൊണ്ടുപോടാ. എന്ന് മമ്മി കൊണ്ടുവാ. ശരി എന്നെ മിയൻ്റെ അനിയൻ വന്ന് ഐസ് ക്യൂബ് കൊണ്ടുവന്ന്. അങ്ങനെ മിയൻ്റെ ഡ്രസ്സിന് ഉള്ളിലിട്ട് അയ്യോ കുളിർന്ന് എന്ന് മിയ നെട്ടി എണിച്ചു. മിയയുടെ മമ്മീനെ കണ്ട് അയ്യോ മമ്മി എന്താ അവർക്ക് ലേറ്റായില്ലേടി കോളേജിക്ക്? സോറി മമ്മി, ലേറ്റായോ? അതും എനിക്കറിയില്ല മമ്മി. എന്താ അറിയാതെ? നല്ല ഉറക്കാണ് നിനക്ക്. സോറി മമ്മി, ഓടി കോളേജിൽ ലേറ്റായി. അങ്ങനെ മിയൻ്റെ മമ്മി വഴക്ക് പറഞ്ഞു. ആന മിയ പറക്ക് പോയി കുളിച്ച് ഫ്രഷ് നല്ല ക്യൂട്ടായ പിന്നെ ഫോട്ടോത്തിൽ കാണുമ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. അങ്ങനെ മിയ അങ്ങനെ നടന്നുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ കോളേജിൽ പോയായിരുന്നു. കോളേജിൽ ഈയിടെ പറഞ്ഞവർക്ക് പോകാൻ പറഞ്ഞു. എന്തിനാ ഇതൊക്കെ മിയാക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഓർക്കായിരുന്നു. മിയാൻ്റെ ടീച്ചർ വന്നായിരുന്നു. എടി മിയ, അയ്യോ എന്നടി എന്ന് മച്ചീനി വിളിക്കാം. മിയാൻ്റെ ഫ്രണ്ട് വിളിച്ച് കുളുക്കായിരുന്നു. എന്താ അങ്ങോട്ട് നോക്ക്. എന്താ മിയ, എന്താ ഡ്രീം കാണോ? അതെ മാം, മിനി മേഡം. അത് മാത്രമല്ല മിനി മേഡം, ഞാനൊരു കണ്ടായിരുന്നു മാഡം. ഞാൻ ഡ്രീം കണ്ടായിരുന്നു മാഡം. നിങ്ങൾക്ക് ജാക്ക് പ്രൊഫസർ നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ഡ്രീമിൽ കണ്ടു മാം എന്ന് പറഞ്ഞത്. എന്താ മിയ, സത്യമാണോ? അത് മാത്രമല്ല മാം, എനിക്ക് ഡ്രീമിൽ കണ്ടതെല്ലാം റിയൽ നടക്കപ്പോവും മാം. നിങ്ങൾ പോയിട്ട് സംസാരിച്ച് നോക്കിട്ടെ മാം, കണ്ടിട്ട് ഇതാവും. അങ്ങനെ മിയ പറഞ്ഞായിരുന്നു. ഇത് കണ്ട് മിനി മേഡക്കും ഓക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയായിരുന്നു. അതെ, ജാക്ക് പ്രൊഫസറായിരുന്നു ജാക്ക്. അങ്ങനെ ജാക്ക് ക്ലാസ് എടുക്കായിരുന്നു. ഹീറോ വീണ്ടും ഓർക്കായിരുന്നു. ജാക്ക് പ്രൊഫസർ ക്ലാസ് വന്നായിരുന്നു. ജാക്ക് പ്രൊഫസർ കേട്ടായിരുന്നു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പ്രൊഫസർ, നിങ്ങൾക്ക് മിനി മാഡം പ്രൊപ്പോസ് ചെയ്യുന്നത്, നിങ്ങളുടെ സംസാരിക്കാൻ നിങ്ങൾ ഒരുപോലെ പ്രൊപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. അതാണ് എനിക്ക് ഡ്രീമിൽ കണ്ട എന്ന് പറഞ്ഞത്. ജാക്ക് പ്രൊഫസർക്ക് ഹാപ്പി ആയിരുന്നു. റിയൽ ആണോ? പോയി പ്രൊപ്പോസ് ചെയ്യും സാർ. ഇത് ഫ്ലവർ എവിടെ? എന്ത് ചെയ്യാ സാർ? നിങ്ങൾ ഫ്ലവർ ഒന്ന് പ്രൊപ്പോസ് ചെയ്യണ്ട സാർ. എൻ്റെ കയ്യിൽ ഫ്ലവർ ഉണ്ട്, ഇതാ ഫ്ലവർ, ഇത് കൊണ്ടുപോയി പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരുന്നു. എടി നീ എന്താ പറയണം മിയ? ഇല്ലടി, ഞാൻ ഫ്ലവർ, ഇത് എവിടുന്ന് ഫ്ലവർ? ഇല്ലടി ചുമ്മാ. അങ്ങനെ അങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്ന പോയിട്ട് അവിടെ വെളിയിൽ ഒരു കാക്കായിരുന്നു. അപ്പോൾ ജാക്ക് പ്രൊപ്പോസർ ഉണ്ട്. മിയ മാഡം, മിനി മാഡം, എന്ത്? എനിക്ക് കുറച്ച് സംസാരിക്കണോ? ശരി, ഓക്കെ, പറഞ്ഞോ എന്താ? അങ്ങനെ ജാക്ക് പ്രൊപ്പോസർ എന്നെ പ്രൊപ്പോസ് ചെയ്ത്. മിനി മേഡക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സാർ നിങ്ങൾക്ക് എന്നെ പിടിക്കുമോ? അങ്ങനെ രണ്ടുപേരും കമ്മിറ്റായി. ഇത് കണ്ട് ഷോക്കായി ഫ്രണ്ട് പറയുന്നത്. നീ എന്തടി പറഞ്ഞ? ഇല്ലടി, ഇവർക്ക് രണ്ടുപേർക്ക് പിടിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവർ സക്സസ് ചെയ്യിപ്പിച്ചത്. ഓ, നിൻ്റെ ഐഡിയ സൂപ്പർ ഇടി. ശരി, ഓക്കെ, ഞാനും പോവാം എന്ന് പറഞ്ഞ ഹീറോയിന് കോളേജ് കളിക്കാൻ. മിയ ഇവിടെ ഉള്ളപ്പാ കാണാമെന്ന് പറഞ്ഞ് അവിടെ ഒരു ഷോപ്പിൻ്റെ അവിടെ കണ്ടായിരുന്നു. അത് പെറ്റ് ഷോപ്പ്. അവിടെ ഒരു ക്യൂട്ടായ ഫോട്ടോ ഡ്രീമിലൊക്കെ കണ്ടാൽ മതി ക്യാറ്റ്. അതേ ഐസ്, അതേ ലുക്ക്, അതേ കണ്ട്. അങ്ങനെ അമ്മിയാക്ക് പൂച്ചനെ കണ്ട് കൊതി വന്നു. അങ്ങനെ അമ്മിയാക്ക് ശരി ഈ പൂച്ചനെ മേങ്ങാം. അങ്ങനെ ആയിട്ട് മിയ കേസൊക്കെ ഇട്ടായിരുന്നു, ബാഗായിട്ടായിരുന്നു, ബ്ലാക്ക് കാർഡ്. അങ്ങനെ മിയാക്ക് വില്ലത്തന്നെ ഒരു ചിരിച്ചായിരുന്നു. മിയാൻ്റെ ഡാഡിക്ക് ഒന്നും അറിയില്ല, പാവയുടെ ഓഫീസിൽ ജോലി ചേർന്ന്.
ബ്ലാക്ക് കാറിൻ്റെ അടുത്ത് പോയി ആ പൂച്ചനെ മെങ്ങാനൊന്നു അങ്ങനെ ആ പീഡിയ ഷോപ്പിനോട് വഴക്കുണ്ടാക്കി മിയ പറയുന്നു എനിക്ക് ഷോപ്പ് ക്യാറ്റ് വേണമെന്ന്. അങ്ങനെ ആ ഷോപ്പിനെ പറ്റിക്കാൻ നോക്കുമായിരുന്നു മിയാനെ. അപ്പോൾ എനിക്ക് ഇത്ര പണം തരുന്നത് മിയക്ക് ടെൻഷനായിരുന്നു. അങ്കിൾ അങ്ങനെയായിട്ട് മിയ മറട്ടായിരുന്നു. അപ്പോഴൊരു പോലീസ് വന്നായിരുന്നു. എന്താ അവിടെ നടക്കുന്നുണ്ട് കേട്ടായിരുന്നു. ആ പോലീസിനെ കണ്ട് പേടിയായിരുന്നു. അങ്കിൾ നിങ്ങൾ എന്താ ചെയ്യുക? അത് മിയൻ്റെ അങ്കിളായിരുന്നു. എന്നാൽ അങ്കിൾ നോക്കി പൂച്ചനെ എത്ര മണിയാണ് അങ്കിൾ ഇങ്ങനെ പറയായിരുന്നു. ഇത്ര റിയൽ എത്രയാണെന്ന് മുറക്കായിരുന്നു. അതെ മിയൻ്റെ അങ്കിൾ പറഞ്ഞ റിച്ചാണ്, ഒരു പോലീസാണ്, റിച്ച് മതല്ല. അങ്ങനെ അത് ഭയങ്കര ഫേമസ് ആണ്. അത് കണ്ട് പേടി, അയ്യോ ഇയാൾ റിയൽ കണ്ടുപിടിച്ചതിൻ്റെ പോലും അകത്തിട്ടത്. അങ്ങനെ അതിന് കുറച്ച് പറയായിരുന്നു ആ ക്യാറ്റിന്. അങ്ങനെ കുറഞ്ഞിട്ട് കൊടുത്തായിരുന്നു, ആൾക്ക് കുറഞ്ഞായിരുന്നു. അങ്ങനെ മിയ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്കിൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മേങ്ങി തരാമെന്ന്. അങ്കിൾ ഞാൻ മേക്കോളാം. ഇല്ല മോൾക്ക് ഗിഫ്റ്റായിട്ട്. ഞാൻ കുറേ നാളായി മോൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞില്ല. ഇത് അങ്കിളുടെ ഗിഫ്റ്റായിട്ടാണ്. താങ്ക് യു അങ്കിൾ. അങ്ങനെ മിയക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തായിരുന്നു അങ്കിൾ ഇത്. താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞേ പോയിരുന്നു. ശരി ഓക്കെ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഒരു ഐസ്ക്രീം ഷോപ്പായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഷോപ്പിലായിരുന്നു. അങ്ങനെ മിയൻ്റെ അങ്കിൾ പോയിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ പോയിട്ട് സംസാരിക്കാമായിരുന്നു. എടാ എല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി. ശരി ഓക്കെ എന്നെ മോളെ കൊടുന്നാൽ മതിയല്ലേ? ശരി ഓക്കെ ബാ മിയ എന്നെ കുറച്ച് സംസാരിച്ചായിരുന്നു. അങ്ങനെ മിയനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നായിരുന്നു. എന്നാ ഇത് കണ്ണിൽ തുണി കെട്ടിയായിരുന്നു. എന്നെ അങ്കിൾ ഇങ്ങനെ കേടുന്ന ഇല്ലമ്മ. അങ്ങനെ മിയന് വീട്ടിലെടുത്തോണ്ട് വന്നായിരുന്നു. വീട്ടിൽ കാണുന്ന ലൈറ്റ് അല്ല ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ മിയ എന്ന് പറഞ്ഞത് മിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്കിൾ ഇതെൻ്റെ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റാണോ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്നെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഞാൻ ക്യാറ്റ് തന്നത്. താങ്ക് യു അങ്കിൾ. ശരി മാ ഓൾറെഡി ക്യാറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കായിരുന്നു. ഇതേ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് മാത്രമല്ല കുട്ടിയൊരു ഗിഫ്റ്റ്. അങ്ങനെ മിയക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഇതിന്ന് ഒരു ചോക്ലേറ്റ് ആയിരുന്നു. മിയക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ചോക്ലേറ്റ്. ഭയങ്കര ഫേമസ് ചോക്ലേറ്റ് ആയിരുന്നു. മിയ ഇങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി മിയ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എൻജോയ് ചെയ്തു. മിയ കോളേജിട്ട് പോകുന്നു ലേറ്റായി. പിന്നെ രാവിലെ ഇങ്ങനെ ഫ്ലവർ പിടിച്ചിങ്ങനെ അതെ ആ ഫോട്ടോ എടുക്കാതെ മതി കോട പിടിച്ച് മിയ നടക്കായിരുന്നു. അങ്ങനെ മിയക്കൊരു വോയിസ് കേട്ടായിരുന്നു. നോക്കുമ്പോൾ ഷുഗ നടന്നുകൊണ്ട് പോയിരുന്നു.